നമ്മളിപ്പോ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ലോകാത്ഭുതങ്ങളിൽ 10ാം സ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ എവിടെയാണ് പോകുന്നത് എന്നുള്ള കാര്യം വളരെ സർപ്രൈസ് ആയിരിക്കും. പക്ഷെ എനിക്ക് ആ സർപ്രൈസ് പൊട്ടിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു കുരിശ്. ആ കുരിശിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ആ കുരിശ് എന്ന് വെച്ചാൽ വളരെ ഇതിഹാസമായ ഒരു സംഭവമാണ്. ആ കുരിശിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം പോകാൻ പോകുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഗായ്സ്, നമ്മളിപ്പോൾ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടാണുള്ളത്. ഇവിടെ നിന്ന് ഒരു ചായപ്പൊടി ഉണ്ട്, നല്ല ഉഴുന്നുവട, സ്ട്രോങ് സാധനം, ഒരു കോഫി. നമ്മളിപ്പം ഇത് എൻജോയ് ചെയ്ത് കുടിക്കാൻ പോവുകയാണ് ഗൈസ്. ഒരു ടേസ്റ്റും ഇല്ല. ഗൈസ്, നമ്മളിപ്പോൾ ജോസ്ഗിരിയിൽ നിന്ന് തിരുനെറ്റി കല്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, വളരെ മോശമായ റോഡാണിത്. ഇനി നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ജീവനോടെ ആയിരിക്കും വരുന്നത്, ഒന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ കൊക്കയിലുണ്ടാവും, അതെല്ലാം നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ എന്ത് വന്നാലും നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ട്. ആ കരുത്തിലാണ് നമ്മൾ ഇതുവരെ മുന്നേറിയത്. നിങ്ങൾക്കറിയാം, അത് വേണ്ട. നമ്മളിതാ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് നമ്മളിതാ അതിസാഹസികമായ ഒരു യാത്രയിലൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാറ് നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് നടക്കേണ്ട പോയിന്റാണ്. ഇവിടെയൊക്കെ കാറ് കയറ്റിയാൽ കാറിൻ്റെ പണ്ടാരം സ്പോട്ടിൽ ഇറങ്ങുന്നതാണ് ഗൈസ്. നമ്മൾ ഇങ്ങോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചതാ. ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്, അതൊക്കെ കോടയാണ്, നിങ്ങൾ കണ്ടുവല്ലോ ഗൈസ്. അതിസാഹസികമായ യാത്രയാണ് ഗൈസ്. ഇതാ ഒരുപാട് നടക്കാനുണ്ട്. ഇത് നടന്ന് എപ്പോൾ എത്തുന്നില്ല യാതൊരു കാര്യത്തിൽ ചത്തുതാ. അങ്ങനെ പണ്ട് നമ്മുടെ ഈശോ മിശിഹ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും ഗൈസ്. നമ്മളും അതേപോലുള്ള പാതയിലൂടെ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ തിരുനെറ്റിക്കല്ലിലെ വ്യൂ പോയിന്റിൽ എത്തേണ്ട വഴി. ജസ്റ്റ് ആദ്യമായിട്ട് ഇവിടെ ഒരു പശുവിനെ കണ്ടു. മഴയത്ത് കയറും പൊട്ടിച്ചോടുന്നൊരു പശുവാണ് ആദ്യമായിട്ട്. അങ്ങ് അവിടെ ഒരു വീടുണ്ട്. Look at these. മനോസ്, വാ ഏട്ടാ, പാല് വാങ്ങിച്ചു തരാല. ഗൈസ്, look at this. Wow. എന്താ പറയാനുള്ളത്? നമ്മളിപ്പോ പൂർഗിരിയാണ്, ഇത് ജോസ്ഗിരി അല്ല, മൈരഗിരി കേട്ടാ. എന്റെ വല്ലാണ്ട് തളർന്നു ഗൈസ്. ഇനി നടക്കാൻ പറ്റും തോന്നുന്നില്ല. മാക്സിമായി. പക്ഷെ മാപ്പ് നോക്കിയപ്പോൾ ഒരു 170 മീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. 170 മീറ്റർ കൂടി കടന്നിട്ട് ഈ നായിൻ്റെ മോൻ്റെ മാപ്പ് പറഞ്ഞ 100 മീറ്റർ ആണ്. അപ്പം 100 മീറ്റർ കഴിഞ്ഞ് 1/2 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു ഗൈസ്. ഒരു കാര്യമില്ല. നമ്മൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് അടുത്ത കയറേണ്ട സ്ഥലമായത്. ഭയങ്കരമായിട്ട് ടയർഡായി, കുണ്ടിയെല്ലാം വേനെടുക്കാൻ തുടങ്ങി. അവിടെ നടന്നു, ഇനിയും എത്തിയിട്ടില്ല ഗൈസ്. മിക്കവാറും ഞാനെടുത്ത് ആടന്ന് പോകും. അതെ ഫൈനലി അങ്ങനെ ഈ കുരിശ് നമ്മൾ കണ്ടിരിക്കുന്നു ഗൈസ്. ഫൈനലി അമ്മേ. വാ, ഒന്നും കാണുന്നില്ല. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഗൈസ് അങ്ങനെ വളരെ സങ്കീർണമായ ഒരു യാത്രയാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. നിങ്ങൾ വൺ ടൈം വിസിറ്റ് ചെയ്യേണ്ട ഏറ്റവും അപൂർവമായ ഒരു കാര്യമാണ് ഇത്. നീ നിന്റെ പിള്ളേരെ പരടങ്ങ് പോയി പറഞ്ഞാൽ മതി. പിള്ളേരെ വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഗൈസ്, നമ്മൾ തിരുനെറ്റിക്കല്ല് പോയിട്ട് വന്ന ഫുള്ള് ഡ്രസ്സൊക്കെ വെറ്റായി. നമ്മൾ ഡ്രസ്സില്ലാതെയാണ് നമ്മൾ ദീർഘയാത്ര നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അഡ്വഞ്ചറായ ഒരു യാത്രയാണ്. നമ്മൾ പോയത് മഴയത്താണ് ഗൈസ്, മഴയത്ത് ആ വലിയൊരു കല്ലിൻ്റെ മുകളിലൊക്കെ നിന്ന് ആ കുരിശൊക്കെ ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു ഗൈസ്. വാട്ട് ആൻ അഡ്വഞ്ചർ. ഫക്ക്.